Hi friends, Assalamu alaikum. Welcome to my YouTube channel. ഇത് നമ്മുടെ ഫസ്റ്റ് ക്രോഷേ ക്ലാസ് ആണ്. ഇന്ന് നമ്മളിവിടെ യാൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് യാൻസിനെ കുറിച്ച് പറയാം. യാൻസ് 3 ടൈപ്പിലാണുള്ളത്. ഒന്ന് നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മൃഗങ്ങളിൽ നിന്നും ചെടികളിൽ നിന്നൊക്കെ കിട്ടുന്നതിനാണ് നാച്ചുറലായിട്ട് കിട്ടുന്നത്. ലിനൻ, ബാംബു, കോട്ടൺ, സിൽക്ക്, വൂള് ഇതൊക്കെയാണ് നാച്ചുറലായിട്ട് വരുന്നത്. പിന്നെ സിന്തറ്റിക് എന്ന് പറയുമ്പോൾ നൈലോണ്, പോളിസ്റ്റർ, ആക്ലറിക് ഇതൊക്കെയാണ് സിന്തറ്റിക്കിൽ വരിക. പിന്നെ ഉള്ളത് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നാച്ചുറലും സിന്തറ്റിക്കും കൂടി വരുന്നത്. അതായത് ഇപ്പം 55% കോട്ടൺ, 45% ആക്ലറിക് ഒക്കെ ആയിട്ട് വരുന്നതാണ് കോമ്പിനേഷനെയാണ്. അപ്പോൾ നമ്മളൊരു ലാബിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ ഏതാണ് ആക്ലറിക് 100% അല്ലെങ്കിൽ കോട്ടൺ 100% എന്നൊക്കെ പറഞ്ഞിട്ട് കാണും. അപ്പോൾ നമ്മളൊരു യാൺ മേടിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ലാബിലാണ് നോക്കേണ്ടത്. ലാബിൽ ഉള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മളൊരു യാൺ മേടിക്കുന്നത്. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് സിന്തറ്റിക്കാണ്, ആക്ലറിക് യാണാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ലാബിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഒരു ലാബിൽ നിങ്ങൾക്ക് കാണാം യാൺ വെയിറ്റ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. പിന്നെ കാണാം വെയിറ്റ്, പിന്നെ ലെങ്ത്ത് എത്ര മീറ്റർ ഉണ്ട് എന്നുള്ളത്, പിന്നെ ഫൈബർ കണ്ടൻറ്റ് ആക്ലറിക് ആണോ കോട്ടൺ ആണോ എന്നുള്ളത്, പിന്നെ വരുന്നത് ലോണ്ട്രി, അത് നമ്മൾ കഴുകുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ചിലത് കഴുകാൻ പാടില്ല എന്നുണ്ടാവും, ചിലത് ബ്ലീച്ച് ചെയ്യാൻ പാടില്ല, ഡ്രൈ ക്ലീൻ ചെയ്യാൻ പാടില്ല, അയൺ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ളതുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് ഗേജ്, അതായത് ഏതൊക്കെ ഹൂക്സാണ് ഉപയോഗിക്കേണ്ടത്, പിന്നെ നമ്മൾ ഒരു 2-3 സ്റ്റിച്ച് തുന്നുമ്പോൾ നമുക്ക് എത്ര ഇഞ്ച് കിട്ടും എന്നൊക്കെ ഉള്ളതിൻ്റെയൊക്കെയാണ് ഗേജ്. അതൊക്കെ നമുക്ക് ഓരോ സ്റ്റിച്ചസ് പഠിക്കുമ്പം നമുക്ക് അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠിക്കാം. അപ്പോൾ ഞാനൊരു ലാബിൽ കാണിച്ചു തരാം, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ലൈറ്റ് 3 എന്ന് പറഞ്ഞിട്ട്, ലൈറ്റ് 3 എന്ന യാൺ വെയിറ്റ് ആണ്. പിന്നെ ഗേജ്, പിന്നെ 4 mm ഹൂക്ക് സൈസാണ്. പിന്നെ താഴത്തുള്ള റോല് കൊടുത്തിരിക്കുന്നത് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വാഷിംഗ് മെഷീനിൽ കഴുകാമെന്നും, പിന്നെ ബ്ലീച്ച് ചെയ്യാൻ പാടില്ല, അയൺ ചെയ്യാൻ പാടില്ല, ഡ്രൈ ക്ലീൻ ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ ഒക്കെ ഓരോ ഇൻസ്ട്രക്ഷൻസ്. ചില ഇതിൽ ബ്ലീച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതുണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. പിന്നെ യാൺ വെയിറ്റ് എന്താണെന്ന്, ഇപ്പോൾ നിങ്ങൾക്ക് യാൺ വെയിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാണിൻ്റെ സൈസിനാണ് യാൺ വെയിറ്റ് എന്ന് പറയുക. ഇപ്പോൾ 0 to 6 വരെ ഉണ്ട് യാൺ സൈസ് വരുന്നത്. 0 to 6 വരെയാണ്. 0 എന്ന് പറയുമ്പം ലൈസാണ് വരിക, ലൈസ് വെയിറ്റ് ആണ്, ഫിംഗറിങ് യാണാണ് വരിക. അതിന് നമ്മൾ 2 to 2.5 ഒക്കെ mm ഹൂക്സാണ് ഉപയോഗിക്കുക. നമുക്ക് ലൈസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ തുണിയിൽ തുന്നാനാക്കാണ് 0 സൈസ് ഉപയോഗിക്കുക. പിന്നെ വരുന്നത് 6 ആണ് സൈസ്. 6 എന്ന് പറയുമ്പം സൂപ്പർ ബൾക്കി യാണാണ്. അതിന് നമ്മൾ 9 mm അല്ലെങ്കിൽ 10 mm 12 mm ഹൂക്സൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഞാനൊരു ചാർട്ട് കാണിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി കറക്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഏതൊക്കെ സൈസുകളാണ് കാര്യങ്ങളാണെന്നൊക്കെ ഉള്ളത് മനസ്സിലാവും. അപ്പോൾ ഇതാ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 0 ലൈസാണ്, ഫിംഗറിങ് യാണാണ്. അതിൻ്റെ ഹൂക്ക് സൈസുകളും ഒക്കെയാണ് അടിയിലേക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തത് സൂപ്പർ ഫൈന് നമ്പർ 1 എന്ന് പറഞ്ഞ സൈസ്, അതിൻ്റെ ഹൂക്ക് സൈസ്. പിന്നെ നമ്പർ 2 ഫൈനാണ്. പിന്നെ നമ്പർ 3 DK ആണ്. 4 വേഴ്സ്റ്റഡ് ആണ്. പിന്നെ 5 ചങ്കി ആണ്, ബൾക്കി ആണ്. 6 സൂപ്പർ ബൾക്കി ആണ്. അപ്പം നിങ്ങൾ ഒരു യാൺ മേടിക്കുമ്പം, ഇപ്പം പഠിക്കാനൊക്കെ വേണ്ടി മേടിക്കുമ്പോൾ ഒന്നെങ്കിൽ മീഡിയം സൈസ് യാണ് മേടിക്കുക, അല്ലെങ്കിൽ ഫൈൻ 2 സൈസ് 2 ആണ് ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ ഒരു ഇതിൽ. സൈസ് 2 മേടിക്കുക. അപ്പം ആകുമ്പോൾ 4 mm ഹൂക്കൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് നന്നായിട്ട് തുന്നാൻ വേണ്ടി പഠിക്കാൻ പറ്റും. അപ്പം ഇനി നമ്മളിൽ യാൺ വെയിറ്റ് നോക്കാനും സൈസ് നോക്കാനും ഹൂക്ക് സൈസൊക്കെ നോക്കാനും നമ്മളടുത്ത് ലാബിലില്ലാത്ത ഒരു യാണാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക, നമുക്ക് അറിയാൻ പറ്റില്ല അത് ഏത് ഹൂക്കാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതല്ല. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ മേടിക്കുന്നതിന് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഡീറ്റെയിൽസുകളൊന്നും ലാബിളില്ല. ലാബിളിൽ ഒന്നും ഉണ്ടാവാറില്ല, ഹൂക്ക് സൈസ് ഉണ്ടാവാറില്ല, ഒന്നും ഉണ്ടാവില്ല. ചിലതിൽ യാൺ വെയിറ്റ് ഉണ്ടാവില്ല, ഹൂക്ക് സൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് യാൺ വെയിറ്റ് എത്രയാണെന്ന് പറഞ്ഞാൽ ഹൂക്ക് സൈസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പം ലാബിലില്ലാത്തതിന് നമുക്ക് യാൺ വെയിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ഇത്. WPI റാപ്പ് പെർ ഇഞ്ച് എന്നാണ് ഈ ടൂൾ എന്ന് പറയണത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു 1 ഇഞ്ചിൽ ആ ഒരു സ്റ്റിക്കിൽ ഇതേപോലെ നമ്മൾ ചുറ്റിച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ എത്ര ചുറ്റൽ വരണോ ആ ചുറ്റലിനനുസരിച്ചിട്ട് അതേതാ യാൺ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ കണ്ടല്ലോ 1 ഫിംഗറിങ് ആണ്, സൂപ്പർ ഫൈൻ യാൺ വരുന്നത് 19 to 21. WPI വരുമ്പോഴാണ് ഫിംഗറിങ് യാണ് വരുന്നത്. അപ്പം നിങ്ങളിൽ ഇപ്പം ഇതില്ല,
ഈ ടൂളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഈ നൂലിപ്പം എൻ്റെയിലും ഇല്ല, എൻ്റെ കയ്യിലും ഈ ടൂളൊന്നുമില്ല. ഈ WPI എന്നുള്ള ടൂള് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊന്നും അവിടെ കണ്ടിട്ടില്ല, ഇനി ഉണ്ടോയെന്ന് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പെൻസിലിൻ്റെ മേലാണ് WPI ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. WPI നമ്മൾ പെൻസിലിൻ്റെ മേലെ ചെയ്യുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. അപ്പോൾ ഒരു ടാപ്പ് എടുക്കുക, ഒരു പെൻസിൽ കൊടുക്കുക, എന്നിട്ട് ടാപ്പ് എടുത്തിട്ട് നമ്മൾ ഈ ഗോൾഡൻ കളറ് റബ്ബർ കഴിഞ്ഞിട്ട് ഗോൾഡൻ കളറിൻ്റെ ഈ ഇതുണ്ടല്ലോ അവിടെ നിന്ന് തൊട്ടിട്ട് ഒരു 1 ഇഞ്ച് നമ്മൾ പെൻസിലിൽ മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് പെന്നുകൊണ്ടോ പെൻസിലുകൊണ്ടോ അല്ലെങ്കിൽ വല്ല ബ്ലേഡോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളതിൽ നൂലെടുത്തിട്ട് റാപ്പ് ചെയ്യാം. റാപ്പ് ചെയ്യുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ചുറ്റരുത്, ജസ്റ്റ് കറക്റ്റ് ടൈറ്റാക്കിയിട്ട് ചുറ്റിയിട്ട് പോവുക. അല്ലാതെ ലൂസായിട്ട് ചുറ്റരുത്, ഒന്നിൻ്റെ മേലെ ഒന്ന് ഓവർ ടൈറ്റാക്കിയിട്ടൊന്നും ചെയ്യരുത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കി ചുറ്റുക. ഞാൻ ചുറ്റണത് കാണിച്ചു തരാം. ഇതിപ്പോൾ 1 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നൂലെടുത്തിട്ട് ജസ്റ്റ് ചുറ്റി നോക്കാം. അപ്പോൾ ഞാനൊരു നൂലെടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇത് കറക്റ്റ് ഈ പോയിന്റിൽ വെച്ചു. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഓരോ ചുറ്റിലും നമ്മൾ കൗണ്ട് ചെയ്യണം. ഇതിപ്പോൾ ഒരു ചുറ്റായി. നമ്മൾ വെച്ചത് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 യെസ് 22 ആണ് വരുന്നത്. അപ്പോൾ 22 എന്ന് പറയുമ്പം അത് സൂപ്പർ ഫൈൻ യാണാണ്. 22 ഇത് വരുന്നത് നമ്പർ 2 ആണ് വരിക, അല്ല സോറി നമ്പർ 1 ആണ് വരിക. 19 to 22 വരുന്നത് നമ്പർ 1. അപ്പോൾ അങ്ങനെ നമുക്ക് യാണിൻ്റെ സൈസ് കിട്ടി. അപ്പോൾ 1 ആകുമ്പം അതിൻ്റെ ഹൂക്ക് സൈസ് ഏതാ വരിക? 2.2 3.5 ആണ് വരിക. അപ്പം ഇന്നത്തെ യാണിൻ്റെ ക്ലാസ് ഇന്ന് കഴിയാണ്. അപ്പോൾ യാണിനെ കുറിച്ച് കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഹൂക്സിനെ കുറിച്ച് പറയാം. ഹൂക്ക് സൈസുകളും കാര്യങ്ങളും, ഹൂക്സ് എന്തൊക്കെയാണെന്നൊക്കെ എങ്ങനെയൊക്കെയാണ് ഉള്ളതെന്നും ഏതൊക്കെ ഹൂക്സുകളാണ് ഉള്ളതെന്നൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.